IPL ഹൈദരാബാദിൻ്റെ കളി കാണാൻ വേണ്ടി ഹൈദരാബാദിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോഴാണ് നമുക്ക് പാകിസ്ഥാൻ തന്ന പണി കാരണം യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല, അത്തരത്തിലൊരു യുദ്ധം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ കളി ക്യാൻസലായി. അവസാനം ഞങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങളൊരു ചെറിയ യാത്ര തുടങ്ങി. അതായത് ഇറങ്ങിട്ടുമല്ല, കോയമ്പത്തൂരിന് തൊട്ടടുത്ത് നമുക്ക് ഊട്ടി ഉണ്ടല്ലോ, മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കുള്ള ബസ് യാത്ര കഴിഞ്ഞ് നേരെ ഊട്ടിയിൽ ചെന്നപ്പോഴത്തേക്കും രാത്രി 10 മണിയോളമായി. അപ്പോൾ നമുക്ക് രാത്രിയിലോട്ട് തട്ടുകടയിൽ കയറിയിട്ട് അവിടെ കഴിക്കാൻ കിട്ടിയത് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. എങ്കിലും തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടുകയും രാത്രിയിൽ അവിടെ താമസിക്കാനായിട്ട് ഒരു ലോഡ്ജിൽ കയറി. ഇത്രയും സീസൺ ടൈം ആയിട്ട് കൂടി 850 രൂപയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കുള്ള റൂം കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്തെന്നറിയാതെ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയത്. ആ പാസ് ചെയ്ത് പോയ ആളാണ് ഈ കാണുന്ന ആൾ. ഈ കാണുന്ന ആളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ കാണാനായിട്ട് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, സൈറ്റ് സീനിങ്ങിന് പോകാനായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളൊന്നും അറിയണ്ട, 300 രൂപ തന്നു കഴിഞ്ഞാൽ, 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഊട്ടിയിലുള്ള അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. വേറെ ഒന്നും നോക്കിയില്ല, ഒരാൾക്ക് 300 രൂപ വെച്ച് ഞങ്ങൾ പറഞ്ഞത് കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ എഗ്രി ചെയ്തു. നേരെ അടുത്ത വണ്ടി അവരുടെ ട്രിപ്പ് പിടിച്ചു. റോയൽ ട്രാവൽസ് എന്നാണ് ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പേര്. ഇങ്ങനെ ഒരുപാട് ട്രാവൽ കമ്പനികളുണ്ട് കേട്ടോ. സാധാരണ നോർമലായിട്ട് ഒരു സാധാരണപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഊട്ടി കറങ്ങാനായിട്ട് ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു യാത്രയിൽ കണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇവിടെ ട്രെയിന് കോയമ്പത്തൂരിൽ നിന്ന് അവിടുന്ന് ബസ്സിന് കയറി ഊട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ വന്ന് ഈ ടിക്കറ്റ് എടുത്തു നേരെ വരുന്നത് നമ്മൾ ബോട്ട് ഹൗസിൻ്റെ അങ്ങോട്ടാണ്. നോർമലി ഒരു മലയാളി എന്ന നിലയ്ക്കും അതിൻ്റെ കൂടത്തിൽ ആലപ്പുഴക്കാരൻ എന്ന നിലയ്ക്കും നമുക്ക് ബോട്ടിങ് വലിയ പ്രാധാന്യം തോന്നില്ല. കാര്യം ഹൗസ് ബോട്ടുകളുടെ നാടാണല്ലോ ആലപ്പുഴ. അവിടെ തന്നെ കുറച്ച് ഈ നമ്മുടെ മൂന്നാറിലുള്ള അതേ ഒരു സ്ഥലം തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നിന്നു, കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തു. ഇവിടെ ഈ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നടന്ന് നമ്മുടെ മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ 11 മണിക്ക് സ്റ്റാർട്ടാവുള്ളൂ. നമ്മൾ ഓൾറെഡി ട്രിപ്പ് 9 മണി 9:30 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിപ്പോയിരുന്നു. 11 മണിയാകുമ്പോഴാണ് ഇതെല്ലാം സ്റ്റാർട്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്തരത്തിലൊരു തൂക്കുപാലമാണ്. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ലേക്കിന് കുറുകെ ആണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതിലും കൂടെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഓക്കെ ആയിരുന്നു. ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ പോയത് തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ഒരു ട്രെയിനിലേക്കാണ്, ടോയ് ട്രെയിനിലേക്കാണ്. ടോയ് ട്രെയിനിൻ്റെ അവിടെ നിന്ന് ചെന്ന് നോക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കളർ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ട് ക്യാമറ വെച്ചാലും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. കുറച്ച് കുട്ടികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കയറി ഇരിപ്പുണ്ട്. അതുവഴി നേരെ ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരുന്നൊരു ട്രിപ്പാണ്. 50 രൂപ 100 രൂപ പാസുകളൊക്കെ ആണെന്ന് തോന്നുന്നു. എങ്കിലും അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഓരോ സ്ഥലത്തും നമുക്ക് നിശ്ചിതമായൊരു സമയം തന്നിട്ടുണ്ട്. നമ്മുടെ ആ ട്രാവൽ കമ്പനി ഇവിടെ തന്നിരിക്കുന്നത് 1.25 മണിക്കൂറാണ്. ഈ 1.25 മണിക്കൂറിനുള്ളിൽ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടിയുള്ള സ്ഥലത്ത് വരണം. ഓൾറെഡി നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരില്ലാതെ അങ്ങ് പോകുന്ന പരിപാടിയല്ല. അടുത്തൊരു വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നത് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ ഒരു മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ടോയ് ട്രെയിൻ, നമ്മുടെ ഈ ഊട്ടി മേട്ടുപ്പാളയം ഓടുന്ന ട്രെയിൻ, ടോയ് ട്രെയിനിൻ്റെ ആ ട്രെയിനിൻ്റെ ഇതിൻ്റെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പാളങ്ങളും എല്ലാം കാണാൻ സാധിക്കും. പിന്നെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെയുള്ള ട്രൈബൽസുകളുടെ കൃഷിസ്ഥലവും മറ്റുമൊക്കെയാണ്. ഈ ഒരു സ്ഥലമാണ് നമുക്ക് വന്ന് വ്യൂ പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ബൈനോക്കുലറും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ബൈനോക്കുലറിലൊക്കെ നോക്കുന്നതിനേക്കാളും നല്ലത് ഇവിടുന്ന് ഡയറക്റ്റ് നോക്കുന്നതാണ്. ബൈനോക്കുലർ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല, നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയും ഇവിടുത്തെ ഒരു തണുത്ത കാറ്റും ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പയ്യെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയായിരുന്നു.
നമുക്ക് ഈ ഒരു ടവറിന്റെ സൈഡിൽ കൂടി കുറച്ചൊക്കെ നടന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കൊച്ചു കുട്ടികളുമായിട്ട് പോകുമ്പോൾ ജസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് വളരെ സുരക്ഷിതമാക്കിയ കാര്യം ചെറിയ ഗ്രില്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു താഴേക്ക് വീണ വലിയ പണി, നല്ല താഴത്തേക്ക് നല്ല കുത്തനുള്ള ഇറക്കമാണ്. ആ കാണുന്നത് നമ്മുടെ ടോയ് ട്രെയിൻ പോകുന്ന പാളമാണ് കേട്ടോ. ഒരു ടോയ് ട്രെയിനും കൂടെ വന്നിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു. ഫോട്ടോ ജസ്റ്റ് ഫോട്ടോ നമ്മൾ പോവുകയാണ്. മദ്രാസ് റെജിമെന്റിന്റെ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഈ ഒരു ക്യാമ്പിന്റെ ഉള്ളിലൂടെയാണ് നമ്മളുടെ യാത്ര. പക്ഷേ എവിടെയും വാഹനം നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും വേറൊരു കാര്യം പറഞ്ഞു, ക്യാമറയോ ഫോണോ മറ്റോ പുറത്തേക്ക് ഇടരുതെന്നും കൂടി പറഞ്ഞു. ഈ കാണുന്ന സ്ഥലമാണ് റോജ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അരവിന്ദ സ്വാമിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നായിക വന്ന് അപേക്ഷിക്കുന്ന സ്ഥലം, അതായത് മിലിറ്ററി ബേസ് ക്യാമ്പിൽ ആ മിലിറ്ററിയുടെ ഓഫീസ് കാണിക്കുന്ന സ്ഥലം ഇതാണെന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു ആർച്ചുണ്ട്. ഈ ആർച്ചിൻ്റെ ഉള്ളിലുള്ള വാതിൽ കൂടെയാണ് അതിൻ്റെ നായിക കയറി പോകുന്നതെന്നും അവർ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വാഹനം നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവർ ടൈം ലാഭിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളെ എല്ലായിടത്തും അങ്ങനെ ഇറക്കുന്നൊന്നുമില്ല. ഈ ഒരു ബേസ് ക്യാമ്പിനകത്ത് എവിടെയും നമ്മളെ ഇറക്കിയിട്ടില്ല. അപ്പം ഇത് 3ാമത്തെ സ്ഥലമാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല കാഴ്ചകളാണ്. ഇനി അടുത്ത നമ്മൾ സൈഡിൽ കാണാൻ പോണത് വാർ മെമ്മോറിയലാണ്. നമ്മളെ ഏതോ ഒരു യുദ്ധം നടന്നതിൻ്റെ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കാണുന്നത് ഒരു ഗോൾഫ് കളിക്കുന്ന ഒരു സ്ഥലമാണ്. പണക്കാരുടെ കാശുള്ളവൻ്റെ കളി എന്ന് വിശേഷിപ്പിക്കുന്ന കളിയാണ് ഗോൾഫ് എന്ന് പറയുന്ന കളി. അപ്പോൾ ഈ ഒരു സ്ഥലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കൊടൈക്കനാൽ പോയിക്കുമ്പോഴും ഇതുപോലുള്ള സെയിം സ്ഥലം ഒരേ രീതിയിലുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം. അടുത്ത സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അവിടെ എൻട്രി ഫീസ് 75 രൂപയാണ്. നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റുന്നത് കുറച്ച് മരങ്ങൾ മാത്രമായിരിക്കും, പലതരത്തിലുള്ള മരങ്ങൾ മാത്രമായിരിക്കുന്നത്. പക്ഷെ നമുക്ക് ടൂർ പ്ലാനിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നത് ആ മരങ്ങളും കൂടെ ഉള്ള ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ അവിടെ ഇറക്കിയില്ല. അടുത്തത് പോയത് ഒരു തേയില തോട്ടത്തിൻ്റെ ഇതിലേക്കാണ്. ആ തേയില വിൽക്കുന്ന അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടാവും, ഒന്ന് കേൾക്കാം. மும்தாஸ்னு இப்ப இருக்க மும்தாஸ் எல்லாம் அவங்க 70s 80s வரை இந்தி ஹீரோயின், அவங்களோட ப்ராப்பர்ட்டி தான் அது. சவுத் இந்தியாவில பெரிய டீ கார்டன். நீங்க இறங்குனதுக்கு அப்புறம் அந்த மேல பாத்தீங்கன்னா உங்க ஃபேக்டரி பார்க்கலாம். அதே மாதிரி டோட்டலா 7 ஃபேக்டரி இருக்கு அவங்க. ரெண்டு നമ്മളുടെ ഫോട്ടോസ് എടുത്തത് ഇങ്ങനെ അപ്പം തന്നെ പ്രിന്റ് എടുത്ത് തരുന്നവരും ഈ വണ്ടിയിൽ വന്നവരും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി കൂടിയിരുന്ന് വർത്താനം പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ കയറിയ ആ ഒരു ഹോട്ടലിന്റെ മുകളിൽ നിന്നും താഴേക്ക് കാണുന്ന കാഴ്ച. അങ്ങ് ദൂരെ കാണുന്നതെല്ലാം മേട്ടുപ്പാളയമാണ്. ഈ ഒരു ഊട്ടിയിൽ യാത്രയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങായി എല്ലാം നമുക്ക് മേട്ടുപ്പാളയത്തെ നമ്മൾക്ക് വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ താഴ്വരയിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിൻ പോകുന്നതെന്നുള്ളതൊരു വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു ബാരിക്കേഡും ഞാൻ വളരെ ശ്രദ്ധിച്ചു. കാരണം ഒരു വാഹനം വന്ന് തട്ടിക്കഴിഞ്ഞാൽ തെന്നി മാറുന്ന ടൈപ്പ് രീതിയിലുള്ള ബാരിക്കേഡ് ഓരോ വളവിലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അങ്ങനെ എത്തിയിട്ടില്ല. എന്നാൽ ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ഫുള്ളായിട്ട് അവർ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
வியூ பாயிண்ட் பார்த்துருவாங்க. இந்த லெஃப்ட் சைடில் ஒரு ஃபால்ஸ் பார்த்துருப்பாங்க, சென்ட் கேத்தரின் பார்த்துருப்பாங்க. கரெக்டாக 20 நிமிஷம் டைம் போய் பார்த்துட்டு. ஆமாம், അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം, ചെറിയൊരു വെള്ളച്ചാട്ടം. പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട് ഇവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ പോകുന്നവരാരെങ്കിലും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഡ്രോൺ ഒന്നും പറത്തരുതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ആ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒന്ന് ഡ്രോൺ കൊണ്ട് എടുത്താൽ കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നും. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഡോൾഫിനോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് ഡോൾഫിന്റെ ചുണ്ടിന്റെ ആകൃതിയാണ്. അത് ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എതിർവശത്തുള്ള ആ ഒരു മലയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് കാണാനായിട്ട് ജസ്റ്റ് മനസ്സിലായി ഡോൾഫിനോസ് എന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു സ്ഥലം അവിടെ ഉണ്ട്, നമുക്ക് കാണാം. അവിടെ കണ്ടോ, ഈ ഒരു ഭാഗം ഉണ്ടോ, ഇങ്ങനെ ഒതുങ്ങി വരുന്ന ഒരു ഭാഗം. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഡോൾഫിനോസ് എന്ന് പറയുന്ന ഒരു ഭാഗം. അങ്ങ് താഴെ വീണ്ടും മേട്ടുപ്പാളയം കാണുന്നുണ്ട്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ചൂട് ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും മഴയൊന്നുമില്ല. डॉल्फिन मेरे को लगता है पानी में डूब गया. ഈ ഒരു ഡോൾഫിനോസ് ആ ഒരു ചുണ്ട് ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മുകളിലേക്ക് കയറി പോകണം. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കണ്ടില്ലേ? ആ ഒരു ഷേപ്പ് കണ്ടോ, ആ ഒരു ഷേപ്പാണ് ഡോൾഫിനോസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് പേര് കിട്ടാനുള്ള കാരണം. സോവനീഴ്സ് ഒക്കെ ഒരുപാട് വിൽക്കുന്നുണ്ട്. 80 രൂപ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഞാൻ 1-2 വാങ്ങി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും വാങ്ങിയിട്ടുണ്ട്. 80 രൂപയാണ് ഒരെണ്ണത്തിനുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മളെല്ലാവരും കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടിയെ കാണാനുള്ളത്. ചെറിയ ഒരു കുറ്റിയാണ് അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ വലുതൊക്കെ അങ്ങായിട്ട് നിൽപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല, എങ്കിലും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, ഇതിൻ്റെ വലുതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ദേ വരുന്നു, കണ്ടോ, ഒരു വലിയ കാട്ടുപോത്ത് ഓടിപ്പോകുന്നു. ഞാൻ കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ്, ഇത് കാട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇതേ കണ്ടോ. അതങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. ഈ ബൈക്കുകാരെയൊക്കെ ഇത് ആക്രമിക്കുമെന്നാണ് ഈ ഡ്രൈവർ പറഞ്ഞത്. നമ്മൾ വണ്ടിക്കുള്ളിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അടുത്ത ഒരു കാട്ടി ദേ വരുന്നു, കണ്ടില്ലേ? റോഡിൻ്റെ നടുവിലൂടെയാണ് അവൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് ഊട്ടിയിൽ കാണാനുള്ളത്. ഊട്ടിയിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി അവിടെ കാണാനുള്ളത് ഒരു ഗാർഡൻ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് കോയമ്പത്തൂർക്ക് പോകണം. ഇന്ന് രാത്രി തന്നെ തിരിച്ച് ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരെ ഊട്ടിക്ക് പോയിക്കോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 300 പാസ് എടുത്ത് ഞാൻ എല്ലാവിടും കറങ്ങി കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്